So, welcome everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC DME സ്റ്റാഫ് നഴ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റിഗാർഡിംഗ് AC ഇൻഹിബിറ്റേഴ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, AC ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക അത് ആന്റി ഹൈപ്പർടെൻസീവില് ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് AC ഇൻഹിബിറ്റേഴ്സ്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രിൽ ഫാമിലിയിൽ വരുന്നതാണ്. നമുക്കറിയാം ക്യാപ്റ്റോപ്രിൽ, റാമിപ്രിൽ, ഇനാപ്രിൽ എന്നൊക്കെ പറയുന്നത് അല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആന്റി ഹൈപ്പർടെൻസീവ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഹൈപ്പർടെൻസീവ്, ആന്റി ഹൈപ്പർടെൻസീവ് എന്ന് പറയുന്നത് AC ഇൻഹിബിറ്റേഴ്സ് ആണ്. കാരണം അത് ഫീറ്റസിൽ അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടാക്കുന്നു. ഓക്കെ, കാർഡിയോവാസ്കുലർ ഇഫക്റ്റ് ഉണ്ടാക്കാം, CNS ഇഫക്ട്സ് ഉണ്ടാക്കാം, ഓക്കെ, അമ്മയിൽ ഒളിഗോഹൈഡ്രാമിനിയോസ് ഉണ്ടാക്കാം. സോ ഇതിനെ എല്ലാം പരിഗണിച്ചിട്ട് നമ്മൾ പ്രഗ്നൻസിയിൽ AC ഇൻഹിബിറ്റേഴ്സ് കൊടുക്കാറില്ല. അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റാമിപ്രിൽ ആണ്. ഓക്കെ, second question regarding the chest x-ray ആണ്. egg in a cup appearance on a chest x-ray is seen in. Okay, choice A tetralogy of Fallot, choice B mitral regurgitation, choice C TGA, that is transposition of great arteries, choice D constrictive pericarditis. So egg in a cup appearance അല്ലെങ്കിൽ egg on a string appearance കാണുന്നത് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസിലാണ്. സോ ആ കണ്ടീഷൻ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. യൂഷ്വലി നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമനറി ആർട്ടറിയും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയുമാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ TGA യിൽ ഇവിടെ സംഭവിക്കുന്നത് നേരെ റിവേഴ്സ് ആണ്. അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ അയോട്ടയും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ പൾമനറി ആർട്ടറിയും ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ആ കണ്ടീഷനാണ് നമ്മൾ TGA അല്ലെങ്കിൽ ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് എന്ന് പറയുന്നത്. സോ എഗ് ഇൻ എ കപ്പ് അപ്പിയറൻസ് അല്ലെങ്കിൽ എഗ് ഓൺ എ സ്ട്രിങ് അപ്പിയറൻസ് കാണുന്നത് TGA യിലാണ്. Then next question regarding ICP, that is intracranial pressure. The classical signs of increased ICP includes except. Okay, ഇവിടെ ആ ഒരു ICP യുടെ സയൻസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ചോയ്സ് A headache, ചോയ്സ് B projectile vomiting, ചോയ്സ് C tachycardia, ചോയ്സ് D papilledema. ഓക്കെ, സോ അപ്പം ഇവിടുത്തെ എക്സെപ്റ്റ് ടക്കിക്കാർഡിയ ബാക്കിയെല്ലാം ICP യുടെ സയൻസ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ICP ഓക്കെ ഇൻക്രീസ്ഡ് ICPനെ നമുക്ക് റിലീവ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ ആണ് സെമി ഫൗളസ് പൊസിഷൻ. അതായത് പേഷ്യന്റിന്റെ ഹെഡ് ആൻഡ് ഓഫ് ദ ബെഡ് ബിറ്റ്വീൻ 15 to 30 ഡിഗ്രിയിൽ നമ്മൾ എലിവേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. സോ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു 3 ക്വസ്റ്റ്യൻസ് വീതം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.